ഹായ് ഫ്രാൻസ്, അസ്സാം വലൈക്കും. മുഫീദിനെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ തന്നെ പുറത്തുനിന്ന് ചെയ്തുകൊണ്ട് വരാനുള്ള ബ്ലഡ് ടെസ്റ്റിനും കൂടെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെല്ലുമ്പോൾ അതും കൂടെ ചെയ്തുകൊണ്ട് വരണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അവനെ വെള്ളിയാഴ്ചത്തെ ഒ പിയിൽ ഒന്നുകൂടെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരു ദിവസം വൈകുമെന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കൊല്ലത്തേക്ക് വരേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് കൊല്ലത്തെ DDRCയിലാണ് ചെയ്തത്. അപ്പോൾ ആദ്യമേ ഞാൻ പോയി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് മോനെ വണ്ടിയിൽ നിന്ന് വിളിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ചെന്നപ്പോൾ അവർ പറഞ്ഞു സാമ്പിൾ എടുത്തതിന് ശേഷം ബില്ല് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വാപ്പ അവനെ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ വന്നപ്പോഴേ അവനിക്ക് കാര്യം മനസ്സിലായി, അവന് ബ്ലഡ് എടുക്കാനാണ്. അങ്ങനെ ആശാൻ കരച്ചിൽ തുടങ്ങി. അപ്പോൾ അടുത്തിരുന്ന ഒരു ആൻറ്റി മോൻ കരയണ്ടെന്നും പറഞ്ഞ് 2 മുട്ടായിയൊക്കെ അവൻ്റെ കൈ കൊടുത്ത് അങ്ങനെ ആളൊന്ന് സമാധാനിച്ചിരുന്നപ്പോഴാണ് ബ്ലഡ് എടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചത്. അപ്പോൾ വീണ്ടും അവൻ കരച്ചിൽ തുടങ്ങി. അങ്ങനെ അവിടെ ചെന്ന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ആൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബ്ലഡ് എടുക്കാൻ സമ്മതിച്ചു. എനിക്ക് വേദനിച്ചൊന്നും ഇല്ല അമ്മ എന്നാണ് പിന്നെ പറഞ്ഞത്. ഞാൻ പിന്നെ ബില്ലൊക്കെ പേ ചെയ്തു, വണ്ടിയിലേക്ക് വന്നു. അപ്പോൾ അവൻ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാണല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എവിടെ പോയാലും ഒരു കുപ്പി വെള്ളവും കൊണ്ടേ ഞങ്ങൾ പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ട്രെയിൻ പോകുന്നതുകൊണ്ട് അപ്പോൾ അവനിക്ക് ഈ ട്രെയിന്, പ്ലെയിന്, അതെനിക്ക് ഈ വണ്ടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കമ്പമാണ് അവനിക്ക്. അപ്പോൾ ഇതൊക്കെ കാണാൻ എനിക്കും ചെറിയൊരു കൗതുകമുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് മോനിക്ക് 2-3 കരിക്ക് മേടിച്ചു. അപ്പോൾ അവനിക്ക് അവിടെ വെച്ച് കുടിക്കേണ്ട, അവനിക്ക് വീട്ടിൽ പോയി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് മേടിച്ചിട്ട് നമ്മൾ ഉച്ചയായപ്പോൾ തിരിച്ചു വന്നു. താങ്ക്